ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ്. പോസ്റ്റ് നാർസിസ്റ്റിക് അബ്യൂസ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് സിംറ്റംസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ PNAS എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന റൂട്ടായിട്ടുള്ള കോസസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മൂലകാരണം എന്താണ്, അല്ലെങ്കിൽ ആ മൂലകാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം ഈ നാർസിസ്റ്റിന്റെ ഗ്യാസ് ലൈറ്റിംഗ്. ഈ നിരന്തരമായിട്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് വിക്ടിമിൽ ഇത്തരത്തിൽ അവരുടെ സാനിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അവരുടെ മെമ്മറിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലേക്ക് അവർ നിരന്തരം ഗ്യാസ് ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹിസ്റ്ററി റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വിക്ടിം ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുകയും അവരുടെ മെമ്മറിയെ തന്നെ അവർ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. നിരന്തരമായിട്ട് ഇത്തരത്തിൽ വിക്ടിമിൽ ചെലുത്തുന്ന ഗ്യാസ് ലൈറ്റിംഗ് അവരുടെ സെൻസ് ഓഫ് സെൽഫിനെ തന്നെ വളരെയധികം ബാധിക്കുകയും സ്വയം അവർ നിരന്തരമായിട്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എൻ്റെ മെമ്മറിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിരന്തരം ചിന്തിക്കുകയും അത് അവരിൽ ഇത്തരത്തിൽ ഈ PNS ഡെവലപ്പ് ചെയ്ത് വരാൻ കാരണമാവുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തത് മാനിപ്പുലേഷൻ ആണ്. മാനിപ്പുലേഷനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നാർസിസ്റ്റിക് വിക്ടിമൈസ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിൽ, റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇവരുടെ കള്ളം പറച്ചിലും ഗിൽറ്റ് ട്രിപ്പിങ്ങും ഒക്കെ. അപ്പം അത് നിരന്തരം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു അഡൽട്ട് ആയിട്ടുള്ള ചൈൽഡ്, നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റിന്റെ അഡൽട്ട് ആയിട്ടുള്ള കുട്ടിയെ പറ്റിയിട്ട് നമുക്ക് പറയാം. കുട്ടിയല്ല, അഡൽട്ട് ആയിട്ടുള്ള ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് നിരന്തരം ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട്, അവർക്കുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടിനെ പറ്റിയിട്ടും അവരുടെ ഒരു പാരന്റ് എന്നുള്ള ആ ഒരു കാര്യത്തെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് നിരന്തരം ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ അഡൽട്ടായിട്ടുള്ള ആ ഒരു മകനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മകനെ അല്ലെങ്കിൽ മകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിരന്തരം. ഇതും ഇത്തരത്തിൽ അവരിൽ വളരെയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പല ബുദ്ധിമുട്ടുകളും ഇപ്പം ഞാൻ വഴിയെ പറയാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം നാർസിസിസ്റ്റ് വിക്ടിമിൽ ചെലുത്തുന്ന ഡീവാലുവേഷൻ ആണ്. എപ്പോഴും വില കുറച്ച് കാണിക്കുക, അവരെ എപ്പോഴും ബീലിറ്റിൽ ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ നാണകെടുത്തുക, അവരുടെ കഴിവുകളെ പരമാവധി താഴ്ത്തിക്കെട്ടുക, അവരെ ഏറ്റവും താഴത്തിൽ അടിച്ചു താഴ്ത്താൻ പറ്റുമോ അത്രയും താഴത്തിൽ അടിച്ചു താഴ്ത്തുകയും അടിച്ചമർത്തുകയും ചെയ്യുക. ഇതിനവര് ഉദാഹരണമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, നീ എന്തൊരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പാർട്ട്ണറോട് പറയുന്ന കാര്യമാണ്. അവരുടെ ബുദ്ധിയെ, അവരുടെ വിവരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, ഒരു വിവരവും ഇല്ലാത്ത നിന്നെ ചുവന്നു നടക്കേണ്ടി വരുന്ന എൻ്റെ ഒരു അവസ്ഥ എന്തൊരു മോശം അവസ്ഥയാണ് എന്നുള്ള രീതിയിൽ. പിന്നെ അവരുടെ കഴിവുകളെ, ഒരു കഴിവും നിനക്കില്ലല്ലോ, ഇവരെ കണ്ടുപിടി. മൂന്നാമതൊരാളെ ട്രയാങ്കുലേഷനിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, അവർക്ക് എന്തെല്ലാം അബിലിറ്റീസ് ഉണ്ട്, അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നീ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നിന്നെ കൊണ്ട് ഈ നാർസിസിന് വേണ്ടി കൊടപിടിച്ചു കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഇവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും അവർക്ക് അവരുടെ കാര്യങ്ങൾ പോലും നോക്കാതെ വരുന്ന അവസ്ഥയെ തന്നെയാണ് ഈ നാർസിസിസ്റ്റ് കുറ്റപ്പെടുത്തുന്നത്. അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് നിരന്തരം ഈ ഡീവാലുവേഷൻ ഇവരിൽ ചെലുത്തുന്നത്. അങ്ങനെ നിരന്തരമുള്ള ഈ ഡീവാലുവേഷൻ കാരണം വിക്ടിമിന്റെ കോൺഫിഡൻസിനെ വളരെയധികം ബാധിക്കുന്നു. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലേക്ക് ആ കോൺഫിഡൻസ് കുറഞ്ഞു ചുരുങ്ങി ഈ നാർസിസിസ്റ്റിന്റെ പ്രസൻസിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ നാർസിസിസ്റ്റിന്റെ ലവ് ബോംബിങ് വിക്ടിമിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത് വളരെ വലുതാണ്. കാരണം റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ വളരെയധികം പ്രോമിസുകളൊക്കെ തന്നിട്ട് വളരെയധികം നന്നായിട്ട് പെരുമാറി ചാമിങ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും ഇവർ കാണുന്നത്. ഇവരുടെ ആ ഒരു ഓന്ത് നിറമാറിയ അവസ്ഥയാണ് ഈ വിക്ടിം കാണുന്നത്. അപ്പോൾ അവർ വളരെയധികം ഇവരിൽ റിലേ ചെയ്യും, ഇവരെ വിശ്വസിക്കും, കംഫർട്ടബിൾ ആവും. അത് വളരെ പ്രശ്നമാണ്. കാരണം വിശ്വാസം ഒരിക്കലും നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനും കൂടിയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രോമിസുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് റിലേഷൻഷിപ്പിലേക്ക് കടന്ന് കുറച്ചുകൾ കഴിയുമ്പോൾ തന്നെ ഈ നാർസിസിസ്റ്റിന്റെ തനിനിറം വ്യക്തമാകാൻ തുടങ്ങും. ഈ പ്രോമിസുകളെല്ലാം, പണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം എതിരായിട്ടായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്ന. ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും വിക്ടിം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ പോസ്റ്റ് നാർസിസ്റ്റിക് അബ്യൂസ് സിൻഡ്രോത്തിന്റെ മറ്റൊരു മൂലകാരണമാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്.
അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ഫാമിലി മെമ്പേഴ്സിൽ നിന്നും പല കാരണങ്ങൾ പറഞ്ഞ് അവരെ അകറ്റി ഈ നാർസിസ്റ്റിലേക്ക് മാത്രം, നാർസിസ്റ്റിന്റെ അടിമയാക്കുന്ന രീതിയിലേക്ക് മാത്രം അവരെ കൊണ്ടുവരും. പല കാരണങ്ങളായിരിക്കും പറയുന്നത്. അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവരുടെ ഇന്റൻഷൻ അതാണ് ഇതാണെന്നുള്ള രീതിയിൽ സ്വന്തം നല്ല സുഹൃത്തുക്കളെയൊക്കെ ആദ്യം അകറ്റും. എന്നിട്ട് സ്വന്തം ഫാമിലി മെമ്പേഴ്സിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരെല്ലാം അവരെ അകറ്റും, ഏറ്റവും അടുത്ത ആൾക്കാരാണെങ്കിൽ പോലും. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവരുടെ തനിനിറം മനസ്സിലാക്കി നിങ്ങൾ ഒരിക്കലും അവരെ അടുത്ത് പോകാൻ പാടില്ല, അവരോടും മൂന്നാമതൊരു സപ്പോർട്ട് ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇവരുടെ ബിഹേവിയർ ശരിയാണോ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങളെ എല്ലാവരും ഐസൊലേറ്റ് ചെയ്ത് നിങ്ങളെ നാർസിസ്റ്റിന്റെ അടുത്ത് മാത്രമാക്കും ഇവർ. ഇനി ഞാൻ പറയുന്നത് ഈ ഒരു PNAS എന്ന് പറയുന്ന അവസ്ഥയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. അതിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് ഇമോഷണൽ ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഡിപ്രഷൻ, ആൻസൈറ്റി, പാനിക് അറ്റാക്സ്, മൂഡ് സ്വിങ്സ്. അതിൻ്റെയൊക്കെ തീവ്രത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൂടെ ഈ കാര്യങ്ങൾ പോവുകയാണ്. പലരും അനുഭവിച്ചതും ഞാൻ അനുഭവിച്ചതുമായിട്ടുള്ള ഈ ഇത്തരം പ്രശ്നങ്ങൾ. അതിൽ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഈ ആങ്സൈറ്റി. ഭീകരമായിട്ടുള്ള ആങ്സൈറ്റിയാണ് അനുഭവിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ, നാർസിസ്റ്റിക് വിക്ടിം ആയി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് മാറി വന്നു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ജീവിക്കുമ്പോൾ പോലും ഒരു മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ഇയാൾ അയക്കുന്ന മെസ്സേജാണോ, ഈ ഒരു വ്യക്തി അയക്കുന്ന മെസ്സേജാണോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കുന്നൊരവസ്ഥ, ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുന്നൊരവസ്ഥ. പിന്നീട് വീട്ടിലാണെങ്കിൽ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഈ ഒരു വ്യക്തി വരുമ്പോൾ അയാളുടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ഫ്രീസ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ ഉണ്ടാകുന്നത് കോഗ്നിറ്റീവ് ഡിഫിക്കൽട്ടീസ് ആണ്. പലപ്പോഴും ഒരു ADHD ഒക്കെ ഉള്ള ഇതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അനുഭവിക്കുന്ന അത്രയും പ്രശ്നങ്ങളിലേക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എത്തിച്ചേരുക എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ എത്രത്തോളം അവർ ഇമോഷണലി ഡാമേജ്ഡ് ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അവരുടെ മെമ്മറി ലോസ്, ഒരു ടാസ്ക് നേരെ രീതിയിൽ ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു കോഗ്നിറ്റീവ് ഡിഫിക്കൽട്ടീസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡാമേജിന്റെ കാരണം കൊണ്ട് തന്നെ വീണ്ടും ഞാൻ തെറ്റുകൾ ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടിയും, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് വീണ്ടും വീണ്ടും ഒരു 3 വട്ടം 4 വട്ടം ഒക്കെ പിന്നെയും ആലോചിച്ചുകൊണ്ടിരിക്കുകയും, അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ പറ്റായ്മയും, ഒരു തീരുമാനം എടുക്കാൻ പറ്റായ്മയും, ഞാൻ വീണ്ടും പഴയ മിസ്റ്റേക്ക്, ആ നാർസിസ്റ്റിന്റെ കൂടെയുള്ള മിസ്റ്റേക്ക്, നാർസിസ്റ്റിനെ ചൂസ് ചെയ്ത മിസ്റ്റേക്ക്, നാർസിസ്റ്റിന്റെ കൂടെ ആയിരുന്നപ്പോൾ ചെയ്ത പല മിസ്റ്റേക്കുകളും ഞാൻ ഇനിയും ആവർത്തിക്കുമോ എന്നുള്ള പേടി കാരണം പലപ്പോഴും വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പല സാഹചര്യങ്ങളും ഒഴിവാക്കുന്ന ഒരവസ്ഥയും ഈ കോഗ്നിറ്റീവ് ഡിസ്ട്രസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ, ഈ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതും ഈ ഒരു അതിന്റെ സിംറ്റംസ് ആൻഡ് സയൻസിൽ വരുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ സിറ്റുവേഷൻസ്, സോഷ്യൽ ഗ്യാതറിങ്സ് ഒക്കെ, നിങ്ങളുടെ കസിൻസുമായിട്ടുള്ള ഗ്യാതറിങ്സ് ആണെങ്കിൽ, ഒരു കല്യാണ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകൾ, ഫങ്ഷൻസ് എല്ലാം ഒരുമിച്ച് കൂടാനും ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും പിൻവലിയുന്ന ഒരാളായി മാറിപ്പോവും. നിങ്ങൾക്ക് ഉറക്കമില്ലാതെയാവും, വളരെയധികം സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. നല്ല എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഇൻസോംനിയ, നിങ്ങൾക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, എത്രയോ ദിവസങ്ങൾ നിങ്ങൾ ഉറങ്ങാതിരിക്കുക, ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം ഈ നാർസിസ്റ്റുമായിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളെ ആ ഒരു വേദനിപ്പിക്കുന്ന നിമിഷങ്ങളെല്ലാം മൈൻഡിൽ ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാസറ്റിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഫിലിം പ്ലേ ചെയ്യുന്ന പോലെ അതിങ്ങനെ മനസ്സിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കാരണം ഉറങ്ങാൻ ഒട്ടും പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിലൂടെ ഇൻസോംനിയയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നെ ഒരു താറുമാറായിട്ടുള്ള അവനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ബോധമാണ്, ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സെൽഫ് പെർസെപ്ഷൻ എന്ന് നമുക്ക് അതിനെ വിളിക്കാം. അതായത് വളരെയധികം സെൽഫ് എസ്റ്റീം ഇല്ലാതെ ആയി പോകുന്ന ഒരവസ്ഥ, അവനവൻ്റെ കഴിവിൽ ഒട്ടും വിശ്വാസമില്ലായ്മ, ഒരു വർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുക, ലൈഫിൽ സ്വന്തമായിട്ട് തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക അവനവനെ തന്നെ. ആ ഒരു നാർസിസ്റ്റിനെ ചൂസ് ചെയ്തത് എൻ്റെ കഴിവുകേട് കൊണ്ടാണ്, എനിക്ക് അത്ര പോലും വിവരമില്ലാത്തത് കൊണ്ടാണ്, ഞാൻ ലൈഫിൽ ഒരു കഴിവും ഇല്ലാത്ത ഒരാളാണ്. അതായത് നിങ്ങൾ ആ ഒരു അബ്യൂസിൽ നിന്ന് മാറി വന്ന് നിങ്ങളെ സ്വന്തമായിട്ട് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ കുറച്ച് മുന്നോട്ട് പോയിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാലോ, ആ ജേർണി വളരെ വലുതാണ്, ഒരുപാട് സമയം എടുക്കും ആ ഹീലിംഗ് പ്രോസസ്സിന്. അതിനിടയിൽ തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ, നിങ്ങളുടെ പിയേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരെല്ലാവരും
ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ലൈഫിൽ പല കാര്യങ്ങൾ അവർ നേടുന്നു. അതെല്ലാം നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അവരുടെ ലൈഫിലൊക്കെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ പേസുമായിട്ട് എത്താൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആ രീതിയിൽ അവർ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ അത് പറ്റുന്നില്ല. ഒരു രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് അതിലോട്ട് എത്താൻ പറ്റുന്നില്ല. അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ സ്വയം അത് നിങ്ങളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ കുറ്റമാണെന്നും ഇതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയതെന്നും ഞാൻ ഇത്രയും കഴിവില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ അനുഭവിച്ചതെന്നും പറഞ്ഞ് നിങ്ങൾ വീണ്ടും നിങ്ങളെ പഴിക്കാൻ തുടങ്ങും. നിങ്ങളെ പഴിച്ചുകൊണ്ടിരിക്കും, നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ, ഈ ഒരു പാറ്റേൺ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വിക്ടിം സിൻഡ്രത്തിന്റെ ഭാഗമായിട്ട് വിക്ടിംസ് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണത്. ഇത് കോൺഷ്യസ്ലി നോട്ടീസ് ചെയ്യേണ്ടതും അത് ഇന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത്തരം ഒരു പാറ്റേൺ, അത്തരം ഒരു ലൂപ്പിനകത്ത് നിങ്ങൾ പെടുമ്പോൾ അതിൽ നിന്ന് മാറേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ ഒന്ന് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആണ്. പലപ്പോഴും ഇത്തരത്തിൽ നർസിസ്റ്റിക് വിക്ടിംസ് ആയിട്ടുള്ളവർ ഈ ഒരു കണ്ടീഷന്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്ന വീണ്ടും പുതിയ പുതിയ റിലേഷനുകൾ ഉണ്ടാക്കാനുള്ള ഭീകരമായിട്ടുള്ള ബുദ്ധിമുട്ട്. അത് വേറൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അറിഞ്ഞൂടാ. നാർസിസ്റ്റിക് വിക്ടിം ആയിട്ടുള്ളവർക്ക് അവരനുഭവിക്കുന്ന ഈ ഒരു പുതിയൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓൾറെഡി നിങ്ങൾ അവരുടെ സുഹൃത്തായിട്ടുള്ള ഒരാളായിരിക്കാം, നിങ്ങൾ അവരുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആളായിരിക്കാം. അവർ പക്ഷെ നിങ്ങളോട് ബന്ധം വെക്കുന്നുണ്ടാവില്ല, വീണ്ടും നിങ്ങളോട് അടുത്ത് വരാൻ അവർ തയ്യാറാവുന്നുണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും, അയ്യോ അവരെന്താണ് ഇത് നിന്നൊക്കെ മാറി വന്നല്ലോ, ഇനിയെങ്കിലും വന്നൂടെ, ഒരുമിച്ച് കൂടിക്കൂടെ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കുക. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഒരാളെ ട്രസ്റ്റ് ചെയ്യും? ഇത്രയും അടുത്ത് അവർ ട്രസ്റ്റ് ചെയ്ത ഒരാൾ, ലവ് ബോംബിൽ ഇത്രയും വിശ്വസിച്ച ഒരാൾ ഇത്രയും കാലം അവരെ കബളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതെല്ലാം അനുഭവിച്ച ശേഷം ഇത്തരത്തിൽ അവർ അവയർനെസ് കണ്ടെത്തുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നും ഒരുപാട് പേര് ഇത്തരത്തിൽ എന്നെ പോലെ അനുഭവിക്കുന്നുണ്ടെന്നും ഒക്കെ ഇവർ തിരിച്ചറിയുമ്പോൾ, ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ അവർ പിന്നെയും പിന്നെയും കാണുമ്പോൾ എങ്ങനെയാണ് അവരൊരു പുതിയ റിലേഷൻഷിപ്പിൽ അവർ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്? അഥവാ അവർക്കൊരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് കിട്ടിയാൽ പോലും, പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടായാൽ പോലും അവർക്ക് സംശയം ഉണ്ടായിരിക്കും, അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അവർക്ക് ട്രിഗറിങ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അത് മാറിപ്പോകും. ഇയാള് എന്നെ പറ്റിക്കുകയാണോ, എന്നെ വീണ്ടും കുഴിയിൽ ചാടിക്കാൻ കൊണ്ടുപോവുകയാണോ, അല്ലെങ്കിൽ ഈ വ്യക്തിയിലും അത്രത്തിൽ നെഗറ്റീവ് ബിഹേവിയർ ഉണ്ടോ, കൃത്യമായിട്ട് റെഡ് ഫ്ലാഗ്സും ഗ്രീൻ ഫ്ലാഗ്സും തിരിച്ചറിയാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു അവസ്ഥയും ഒക്കെ ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലംസിന്റെ ഭാഗമായിട്ട് ഈ ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അത്തരത്തിൽ തന്നെ ഭീകരമായിട്ട് പുതിയൊരാളെ സംശയിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിനാൽ അതൊരിക്കലും അവർ കുറ്റം പറയാൻ പറ്റില്ല. അവർ അനുഭവിച്ച ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പാർട്ണറിനെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാലും, നാളെ നല്ലൊരു പാർട്ണറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനൊരു അവസരം കിട്ടിയാലും അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാലും അവരെ ഒട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം വളരെയധികം അവരെ സംശയം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് താറുമാറാവാനും അല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഫിസിക്കൽ സിംറ്റംസ് ആണ്. ഈ ഒരു ക്രോണിക് ആയിട്ടുള്ള ഹെഡേക്ക്, പെയിൻ, സ്റ്റൊമക്ക് സംബന്ധമായിട്ടുള്ള, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെയധികം ഉണ്ടാവും. ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. അതായത് ബോഡിയിൽ അൺനെസസറി ആയിട്ടുള്ള പെയിൻ, ഒരാവശ്യവുമില്ലാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ, ജോയിന്റ് പെയിൻസ്, ബാക്ക് പെയിൻസ്, ഇതൊക്കെ നിരന്തരം ഉണ്ടാകുന്നത് ഒക്കെ ഈ ഒരു ഫിസിക്കൽ സിംറ്റംസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. പ്രധാനമായിട്ടും അതിനൊരു നല്ല എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് നിരന്തരം വയറുവേദനയും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നവും മൈഗ്രെയിൻസും ഉണ്ടാകുന്നതാണ്. പിന്നീട് ഫ്ലാഷ് ബാക്സും നൈറ്റ്മെയർസും. അയ്യോ, അതെങ്ങനെ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ നിരന്തരം ആ ഒരു ഈ പറയുന്ന നാർസിസിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ഫ്ലാഷ് ബാക്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മൈൻഡിൽ നിരന്തരം. അത് ഓരോ ദിവസവും അതിങ്ങനെ വന്ന് അത് സഫോക്കേറ്റ് ചെയ്ത് ആ സഫോക്കേഷൻ സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ. പിന്നെ നൈറ്റ്മെയർസ്, രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നത്, അയാള് എല്ലി ചെയ്തത്, അയാള് ഘോരം എന്നെ ഈ പറയുന്ന വാക്കുകൾ പലതും, അബ്യൂസ് ചെയ്യുന്ന വാക്കുകൾ പലതും പറഞ്ഞ അവസ്ഥ, പിന്നെ സെക്ഷലി ആയിട്ടുള്ള ഇവരുടെ ഉപദ്രവങ്ങൾ. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഇതിൽ നിന്നും ഹീലായി പുറത്തു വരാമെന്നും എങ്ങനെ ഇതിൽ നിന്നും റിക്കവർ ചെയ്യാം എന്നുള്ളതുമാണ്. അതിലൊന്നാമതായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഉള്ളൊരവസ്ഥ നിങ്ങൾക്ക് സംഭവിച്ചുവെന്നും ഇത്തരത്തിൽ ഒരവസ്ഥയിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും സ്വയം അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്, പലർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാനിതിപ്പം എനിക്കത്ര
അതൊന്നും ഫീൽ ചെയ്യുന്നില്ല, അത്ര ഇൻറ്റൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫീൽ ചെയ്താൽ തന്നെ എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ പലപ്പോഴും വിക്ടിമിനുണ്ടാവും. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ ഒരു അബ്യൂസിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ അബ്യൂസ് കാരണം നിങ്ങൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഒരു നോർമലായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ അക്നോളജ് ചെയ്യുക. അത് നമുക്ക് മാറ്റേണ്ടതാണ്, അത് തെറാപ്പി കൊടുക്കേണ്ടതാണ്, സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും റിക്കവറി ഉണ്ടാകുമെന്നും നിങ്ങളിത് അക്നോളജ് ചെയ്യണം, നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ തെറാപ്പി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തെറാപ്പിയിൽ എന്താണ് നിങ്ങൾക്ക് പ്രത്യേകം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്, കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് തെറാപ്പി ഉണ്ട്, EMDR എന്ന് പറയുന്ന ഒരു തെറാപ്പി പ്രോസസ്സ് ഉണ്ട്. അത്തരത്തിൽ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു നാർസിസ്റ്റിക് അബ്യൂസ് വിക്ടിംസിന് അവർക്ക് പ്രത്യേകമായിട്ടുള്ള അവർക്ക് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള തെറാപ്പീസ് ഉണ്ട്. ആ തെറാപ്പീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് ഈ റിക്കവറി പ്രോസസ്സ് വളരെ വേഗമാക്കാനും നിങ്ങൾക്ക് ഹീലിംഗ് കുറെ കൂടെ വളരെ നേരത്തെ സംഭവിക്കാനും ഒക്കെ കാരണവും. തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തെറാപ്പി വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് എപ്പോഴും തെറാപ്പിയെ കുറിച്ച് പറയുന്നത്. ഇനി മൂന്നാമതായി ചെയ്യേണ്ട കാര്യം, മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യം, നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് കോണ്ടാക്ട് മാക്സിമം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നോ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും അബ്യൂസർ ആയിട്ടിരിക്കുന്ന ആ വ്യക്തിയിൽ നിന്നും കംപ്ലീറ്റ്ലി ടൈസ് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒരു നൂല് പോലും അല്ലെങ്കിൽ ഒരു വള്ളിയിൽ പോലും ചരടിൽ പോലും നിങ്ങൾ ബന്ധിതരാവാൻ പാടില്ല. ആ ചരടുകളെല്ലാം കട്ട് ചെയ്യുക. പലപ്പോഴും അങ്ങനെ ആവാൻ പറ്റാത്തവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ കുട്ടികളുള്ള ലീഗൽ ഇഷ്യൂസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലീഗൽ പ്രോസസ്സ്, ഡിവോഴ്സ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു ഗ്രേ റോക്ക് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. ഓൾറെഡി അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം, കണ്ടു നോക്കുക കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഗ്രേ റോക്ക് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർ ഈ ഒരു അബ്യൂസറുമായിട്ടും മറ്റ് അബ്യൂസേഴ്സുമായിട്ടും നിങ്ങളുടെ ലൈഫിലുള്ള മറ്റ് അബ്യൂസേഴ്സുമായിട്ടും കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ട് പരിശീലിക്കുക. പിന്നെ ഈ ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സപ്പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ഗ്രൂപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ച ആൾക്കാരുമായിട്ട് മാത്രം നമ്മൾ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനെ അല്ല പറയുന്നത്. അല്ലെങ്കിൽ അവിടെ നമ്മളൊരു മിസറി കൾട്ടറായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും കേട്ടിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ സൊല്യൂഷൻ, പ്രോപ്പർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എനിക്ക് സത്യം അറിയണമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയണം. കാരണം ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഫ്രണ്ട്സിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും മറ്റ് നമ്മുടെ ചുറ്റുപാടിലാണെങ്കിലും ആരോ ആയിക്കോട്ടെ, നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ, എമ്പതി ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടല്ലോ. അത്തരത്തിലുള്ള എമ്പതി ഉള്ള വ്യക്തിയെ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള 1, 2, 3 പേരായാലും ആ ഒരു 3 പേരുമായിട്ടുള്ള കണക്ഷൻ ഒരു നെറ്റ്വർക്കാണ്. അങ്ങനെ ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. നിങ്ങൾക്ക് സെൽഫ് സർവിങ് ആയിട്ടുള്ളതായിരിക്കണം. നിങ്ങൾക്ക് അതിൽ നിന്നും ഹെൽപ്പ് കിട്ടണം, നിങ്ങൾക്ക് വേണ്ട വാലിഡേഷൻ കിട്ടണം. നിങ്ങൾക്ക് ഒബിയസ്ലി അത് ഉടനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഓവർ എ കോഴ്സ് ഓഫ് ടൈം അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ അടുത്ത കാര്യം സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയർ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഈ പറയുന്ന പോലെ ഒരുപാട് സമയം സ്ലീപ്പ് കിട്ടാൻ, മാക്സിമം സ്ലീപ്പ് കിട്ടുന്ന അത്രയും, അതായത് 7 to 8 hours എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് 9 to 10 hours ഒക്കെ സ്ലീപ്പ് വേണ്ടി വരും. മാക്സിമം കിട്ടുന്ന അത്രയും സ്ലീപ്പ് എടുക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എടുക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്താണോ, എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്, കുറച്ചെങ്കിലും സന്തോഷം കിട്ടുന്നത്, ആ കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൽഫ് കെയർ. ഹീലിംഗ് എന്ന് പറയുന്ന ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ മാക്സിമം കൈൻഡ്നെസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ഏറ്റവും കൂടുതൽ കൈൻഡ്നെസ് നിങ്ങളോട് കാണിക്കേണ്ട ആള് നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നീട് ഈ മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ സ്റ്റെപ്പും സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ വിൻസ്, സ്മോൾ വിൻസ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരോ സ്റ്റെപ്പുകളും ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് റിക്കവർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിരിക്കും. ഞാൻ ഇത്തരം വീഡിയോകൾ നിരന്തരം ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ
ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിൻ്റെ ഭാഗമാകുക. കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഒരുപാട് പേരിലേക്ക് എത്തിച്ച് ഹെൽപ്പ് വേണ്ട ആൾക്കാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നാർസിസിസ്റ്റിക് വിക്ടിം ആയവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ആവശ്യമാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ.